ഈ നിയമസഭയിലേക്കാണ് സപ്ലൈകോ വില വർധനവ് വിഷയം. അത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. സഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ച ഒരു വിഷയം സഭയ്ക്ക് പുറത്ത് പ്രഖ്യാപിച്ച മന്ത്രിയുടെ നടപടി അത് അവഹേളനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വില വർധനവ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സഭയിൽ പ്ലക്കാർഡ് ഉയർത്തി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. കേരളത്തിലെ പൊതുവിപണിയിലെ വില വർദ്ധിക്കാൻ ഇടയാകുന്ന ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം എന്ന് ഞാൻ ആവശ്യപ്പെടും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുക. സാർ അദ്ദേഹം പറയട്ടെ, ക്ഷമാപൂർവ്വം കേൾക്ക്, അദ്ദേഹം പറയട്ടെ. ഞാൻ പുറത്ത് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ഇന്ന് മാധ്യമങ്ങളിൽ ഒരു വാർത്ത കണ്ടപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞതല്ലാതെ ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളോ. അതുകൊണ്ട് സഭാ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിൻ്റെ വസ്തുത ഞാൻ പറയാം. അതുമാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. 25% നിന്ന് 35% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സാർ, 1981 മാവേലി സ്റ്റോർ എന്ന പേരിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചത്. തുടക്കത്തിൽ വിപണി ഇടപെടലിന്റെ പ്രവർത്തനം അരി, ഗോതമ്പ്, പഞ്ചസാര എന്നിവയിൽ പരിമിതപ്പെട്ടിരുന്നു. വിപണി ഇടപെടൽ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അരിയുടെ വില ഓപ്പൺ മാർക്കറ്റ് വിലയേക്കാൾ 20% കുറച്ചും മറ്റിനങ്ങൾക്ക് വിപണി വിലയേക്കാൾ 10% കുറച്ച് നൽകുന്നതിനാണ് തീരുമാനിച്ചിരുന്നത്. 2014 ഒടുവിലായി സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചത്. അതിനു മുമ്പ് കാലാകാലങ്ങൾ സബ്സിഡി വില പരിഷ്കരിച്ച് വരികയായിരുന്നു. സാർ, ഇവരുടെ ഭരണകാലത്ത് 2013 ഓഗസ്റ്റ് മാസം, 2014 ഒരു വർഷത്തിനുള്ളിൽ ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ ഈ 3 മാസങ്ങളിൽ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമല്ല സാർ. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന നയപരമായ തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2014 ഡിസംബർ നിലവിലുണ്ടായിരുന്ന വിലയ്ക്കാണ് അവശ്യ വസ്തുക്കൾ ഇന്ന് വരെ നൽകിയിരുന്നത്. സാർ, കഴിഞ്ഞ 10 വർഷക്കാലമായി പൊതുവിപണിയിൽ ഉണ്ടായ വില വ്യത്യാസത്തിൻ്റെ ഫലമായി നിലവിലുള്ള പൊതുവിപണി വിലയും സബ്സിഡി വിലയും തമ്മിൽ വലിയ വ്യത്യാസമാണ് നിലവിലുണ്ടായിരുന്നത്. ഇതുമൂലം ഭീമമായ ബാധ്യതയാണ് സപ്ലൈകോയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ സഭയിൽ എത്ര തവണയാണ് പ്രതിപക്ഷം സപ്ലൈകോ രക്ഷപ്പെടുത്തുന്ന കാര്യം സംസാരിച്ചത്? അതെല്ലാവരും മറന്നുപോവുകയാണ് സാർ. ഇതുമൂലം പ്രതിമാസം ശരാശരി 35-40 ലക്ഷം കുടുംബങ്ങൾ സപ്ലൈകോയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നുണ്ട്. വിപണി ഇടപെടൽ പ്രവർത്തനത്തിലൂടെ സപ്ലൈകോയ്ക്ക് പ്രതിമാസം 35 കോടി രൂപയുടെയും പ്രതിവർഷം 425 കോടിയുടെയും സബ്സിഡി ബാധ്യത ഉണ്ടാകുകയാണ്. ഇത്തരത്തിലുള്ള ശക്തമായ വിപണി ഇടപെടൽ കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് കൂടി രാജ്യത്തെ പണപ്പെരുപ്പവും വിലക്കയറ്റവും ഏറ്റവും കുറഞ്ഞ തോതിൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം പ്രതിപക്ഷം അറിയണം. സാർ, സബ്സിഡി വില 35% കുറവിൽ നിജപ്പെടുത്തിയാൽ പൊതുവിപണിയിൽ 1446 രൂപ നിരക്കിൽ വാങ്ങുന്ന സാധനങ്ങൾ 940 രൂപയ്ക്ക് ഗുണഭോക്താവിന് ലഭിക്കും. സാർ, ഇതിലൂടെ 506 രൂപയുടെ സബ്സിഡി ആനുകൂല്യം ഒരു ഉപഭോക്താവിന് ലഭിക്കുകയാണ്. സാർ, മാതൃകാപരമായ ഈ വിപണി ഇടപെടൽ സംവിധാനത്തിൻ്റെ പ്രയോജനം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എന്നും ലഭ്യമാക്കേണ്ടതുണ്ട്. ഈ സംവിധാനം സുസ്ഥിരവും ശാശ്വതവുമായി നിലനിർത്തുന്നതിന് സബ്സിഡി വിലകൾ ശാസ്ത്രീയമായും യുക്തിസഹമായും പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഈ തീരുമാനം കൈക്കൊണ്ടത്. അതല്ലല്ലോ സബ്മിഷൻ, വിലക്കയറ്റല്ലേ സാർ? ഒരു കാര്യം അതല്ലല്ലേ വിലവർദ്ധനവല്ലേ അൻവർ? യാതൊരു പെരുമാറ്റവും എന്റെ ഭാഗത്തില്ല സാർ. മന്ത്രി സഭയിൽ പറഞ്ഞിരിക്കുന്നത് അവാസ്തവമായ കാര്യമാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? അവാസ്തവമായ കാര്യം അദ്ദേഹത്തിന്റെ ഉത്തരത്തിൽ തന്നെ ഉണ്ട്. സോറി. ഞങ്ങൾക്കിപ്പം ചെയറിൽ ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റൂ. അദ്ദേഹം പറഞ്ഞു ഫ്ലോറിനോട് അനാദരവ് കാട്ടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വിലക്കയറ്റമില്ല, സബ്സിഡി ഹൈക്ക് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പ്ലീസ് സെക്കൻഡ് സബ്മിഷൻ ശ്രീ TP രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമവും ദേവസ്വം വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ ഇരിക്കട്ടെ. സർ, ആദിവാസി വിഭാഗത്തിലെ പാരമ്പര്യ വൈദ്യന്മാർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഗവൺമെന്റിനെ നോക്കിക്കാണുന്നത്. സർ,
കേരളം എല്ലാ ചികിത്സാധാരകളും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. ആദിവാസി എന്തായാലും നിയമസഭയിൽ ഈ വിഷയം വരികയാണ്. സഭയോട് ഒരു തരത്തിലുള്ള അനാദരവും കാണിച്ചിട്ടില്ല. വിപണി ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സപ്ലൈകോ നേരിടുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നൊക്കെ ഭക്ഷ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ജനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കില്ല എന്നും മന്ത്രി പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഈ സബ്സിഡി നിരക്കിലുള്ള ഈ 13 ഇനങ്ങളുടെ പുതിയ വില നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏകദേശം 3 മുതൽ 46 രൂപ വരെ വില വർദ്ധിക്കും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വില വർദ്ധിക്കുന്നത് പരിപ്പിനൊക്കെ 46 രൂപയോളം വില വർദ്ധിക്കുന്നുണ്ട്. അരിക്കും വില കൂടും.